അടിമാലിയിലെ മണ്ണിടിച്ചിൽ ദുരന്ത ഭൂമിയിൽ കുടിൽക്കെട്ടി കഴിഞ്ഞ 9 ദിവസമായി സമരം നടത്തുകയാണ് ഇവരുടെ അടുത്തെത്തിയ സ്ഥല എം എൽ എ കൂടിയായിട്ടുള്ള എഫ് രാജയുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ചില ഉറപ്പുകളൊക്കെ എഫ് രാജ ഇവർക്ക് നൽകുകയുണ്ടായി. പക്ഷേ ആ ഉറപ്പുകൾ ഒന്നും തന്നെ നിലവിൽ അവർക്ക് അംഗീകരിച്ച് കിട്ടാതെ അത് ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് എന്തായാലും ഇവിടെ ഉള്ളത്. കഴിഞ്ഞ 9 ദിവസമായി ഇത്തരത്തിൽ നമ്മൾ കാണുന്നത് പോലെ ചെറിയൊരു കുടിൽ കെട്ടി ഏകദേശം 29ഓളം കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഈ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ സമരത്തിലുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ മുകൾ ഭാഗത്തൊക്കെ ഇപ്പോഴും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. ശക്തമായ മഴയുണ്ട്. ഈ മഴയൊക്കെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഇവരുടെ ഒരു സമരവുമായി മുമ്പോട്ട് പോകുന്നത്. ഇന്ന് എഫ് രാജ എത്തിയപ്പോൾ ചില പ്രഖ്യാപനങ്ങളും അതോടൊപ്പം തന്നെ വാഗ്ദാനങ്ങളും ഒക്കെ നൽകുകയുണ്ടായി. അതൊക്കെ വിശ്വാസത്തിലെടുക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ സമരം തുടരാൻ തന്നെയാണ് നേരെ തീരുമാനം? എം എൽ എ വന്നിരുന്നു. ഇന്ന് 9 ദിവസമായി ഞങ്ങൾ രാവും പകലും ആണ് ഈ സമരത്തിലിരിക്കുന്നത്. കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ തീരെ പാല് കുടിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ വൃദ്ധയായ അതായത് രോഗങ്ങളോട് 10-80 വയസ്സായ ആളുകൾ വരെ ഇവിടെ ഇരിപ്പുണ്ട്. ഈ 9 ദിവസമായിട്ടും ഈ ഭരണപക്ഷത്തു നിന്നോ അധികാരികളോ ഈ 10 മീറ്റർ അകലെ പോലും ഇല്ല ഞങ്ങൾ വിള്ളലിരിക്കുന്നതെന്ന് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക്. എന്നിട്ടും ഈ എം എൽ എയുടെ ഭാഗത്തു നിന്നും വന്നിട്ടും ഈ ഇത്രയും ദിവസമായിട്ട് ഇവർ പറയുകയാണ് ഞങ്ങൾ എല്ലാ കാര്യവും നിങ്ങൾ നോക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, നമ്മൾ പലരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഉള്ള വാഗ്ദാനങ്ങളല്ലാതെ രേഖാമൂലം ഞങ്ങളുടെ കാര്യത്തിൽ എന്തെത്തി ചെയ്തു അല്ലെങ്കിൽ എന്ത് തീരുമാനം ഇവർ എടുത്തു എന്നുള്ളൊരു രേഖാമൂലം ഞങ്ങൾക്കൊരു കാര്യം ഇവർ ചെയ്തിട്ടില്ല. എപ്പോഴും വന്നു പോകുന്നു എന്നല്ലാതെ ഈ വാഗ്ദാനങ്ങൾ പറയുന്നു എന്നല്ലാതെ നമ്മുടെ കാര്യത്തിൽ എന്ത് ചെയ്തു എന്നൊരു ഉറപ്പ് ഇവർക്ക് പറയാൻ സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ സമരം നമ്മുടെ കാര്യം പരിഗണിച്ചുകൊണ്ട് തന്നെ ഇവർ മുൻകൈ എടുത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് നമ്മൾ മരണം ഇവിടെയാണ് വിധിച്ചേക്കുന്നെങ്കിൽ ആ മരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ സമരം മുന്നോട്ട് പോകാൻ തന്നെയാണ് സംരക്ഷണ സമിതിയുടെ തീരുമാനം. അതാണ് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇവർക്ക് പഠിത്തമൊക്കെ ഉപേക്ഷിച്ച് രാത്രികാലങ്ങളിൽ പോലും ഈ സമരപ്പന്തലിലാണ് തുടരുന്നത്. സ്കൂളിലൊക്കെ പോകാൻ പറ്റുന്നുണ്ടോ ഇവിടെ ഇരിക്കുന്നത്? സ്കൂളിൽ പോകാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ ഈ സാഹചര്യത്തിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പോകാനുള്ള പറ്റത്തില്ല. മാത്രമല്ല ഞങ്ങൾ ആയവർ മുതൽ കുട്ടികൾ വരെ ഇവിടെ ഉണ്ട്. എന്നിട്ട് ഇവർ ഞങ്ങളൊരു ദയ പോലും കാണിക്കുന്നില്ല. അത് മാത്രമല്ല രാത്രി പകലൊന്നും ഇല്ലാതെ ഇവിടെ കുറേ പേര് കിടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളിനി മരിച്ചാലാണ് ഇവരിനി കണ്ണു തുറക്കത്തുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. അത്തരത്തിലാണ് വളരെ സങ്കടത്തോടു കൂടിയാണ് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു വിഷയത്തെ കാണുന്നത്. അത്തരത്തിൽ അവർക്ക് കയറി കിടക്കാൻ കിടപ്പാടം പോലും ഇല്ല. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടിലൂടെ അവർ പോകുന്നു. പക്ഷേ അധികാരികളുടെ ഭാഗത്തുനിന്ന് കൃത്യമായി ഒരു മറുപടി ഇവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഈ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് തരാനുള്ള കാലതാമസം അല്ലെങ്കിൽ എന്തുകൊണ്ട് നൽകുന്നില്ല എന്നുള്ളൊരു വിശദീകരണം ഈ ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുണ്ട്? ഇതുവരെയായിട്ടൊരു ഉറപ്പൊന്നും അവരുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് തന്നിട്ടില്ല. അങ്ങനെ ഒരു വന്നു പോകുമ്പോൾ ഇങ്ങനെ വാക്കാൽ പറയുകയല്ലാണ്ട് ഒരു ഉറപ്പ്, ഒരു രേഖാമൂലമുള്ള ഒരു ഉറപ്പ് വരെ ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ഇവിടുത്തെ വാർഡ് മെമ്പർ വരെ നമുക്കൊരു അനുകൂലമല്ലാത്ത രീതിക്ക് ഞങ്ങൾക്ക് വർത്തമാനം പറഞ്ഞിട്ട് പോയത്. അതിലൊരു കാരണം, അതായത് ഒരു കാരണം എന്തെങ്കിലും പറയുന്നുണ്ട്? മറ്റ് 9 കുടുംബങ്ങൾക്ക് കിട്ടി അതേ 10 ലക്ഷത്തിൻ്റെ ആനുകൂല്യം എന്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ ചോദ്യമുണ്ടല്ലോ. അതിനവർ മറുപടി എന്തെങ്കിലും പറയുന്നു? അവർ പറയണത് അവർക്ക് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു, ഞങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഞങ്ങൾ റെഡ് സോണിൽപ്പെട്ട ഏരിയ എന്ന് അവർ തന്നെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മാറ്റിയത്. ഇതിപ്പോൾ ഞങ്ങൾ സമരത്തിൽ ഇറങ്ങിയ പിന്നെയാണ് അവർ ഞങ്ങൾക്ക് കുടിശ്ശികയായ 4 മാസത്തെ വാടക തരാമെന്ന് ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ അതും കിട്ടൂല. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഇത് റെഡ് സോണിൽപ്പെട്ട ഏരിയ, ഇത് മാറ്റണമെങ്കിൽ തന്നെ ഒരുപാട് കാലതാമസം ഉണ്ടാകുമെന്നുള്ളത് ഡെപ്യൂട്ടി കളക്ടറോട് വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞ കാര്യം തന്നെയാണ്. ഇത് മാറ്റാൻ ഞങ്ങൾ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ സമരം പിൻവലിച്ച് ഞങ്ങളൊന്ന് മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ വാടക വീട്ടിലേക്ക് തിരിച്ച് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതേപോലെ തന്നെ വാടക കുടിശ്ശികയായിട്ട് ഇവർ വയ്ക്കും. ശരിക്കും നിങ്ങളുടെ പഴയ വീടുകളിലേക്ക് വരണമെന്ന് അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്? അത് നിർദ്ദേശം തന്നിട്ടില്ല, ഇതുവരെ തന്നിട്ടില്ല. പക്ഷേ റെഡ് സോൺ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പോരെ എന്നാണ് അവർ പറഞ്ഞേക്കണം ഞങ്ങൾക്ക്. പക്ഷേ റെഡ് സോൺ മാറ്റണമെങ്കിൽ തന്നെ 5 വർഷം കഴിഞ്ഞാൽ മാറ്റാൻ പറ്റില്ല. ഇവർ പറയുന്നത് 90 ഡിഗ്രിയിൽ നിന്ന് 70 ഡിഗ്രി ആക്കണം. 70 ഡിഗ്രി കഴിഞ്ഞിട്ട് ഇവിടെ മരം ഫിറ്റ് ചെയ്യണം. മരം ഫിറ്റ് ചെയ്ത് ചെടി ഫിറ്റ് ചെയ്തിട്ട് വേര് മുളച്ച് അത് കാലതാമസം എന്തോരം വരും നമുക്ക് തന്നെ ഊഹിക്കാവുന്നേ ഉള്ളൂ. അത്തരത്തിലാണ് എല്ലാ തരത്തിലും അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ചില ഇടപെടലുകൾ അതാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇപ്പോഴും ശക്തമായ മഴ ഈ പ്രദേശത്തെല്ലാം തന്നെ പെയ്യുന്നുണ്ട്. മുകളിൽ ഈ മണ്ണിൽ
മണ്ണിടിഞ്ഞ ഭാഗത്ത് ചെറിയ വിള്ളലുകളും രൂപപ്പെട്ടിട്ടുണ്ട്. സോൺ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലം അത് മാറ്റിയ ശേഷം തിരികെ ഇവരുടെ പഴയ വീടുകളിലേക്ക് എത്തണമെന്നുള്ള തരത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നൊരു സംസാരം ഉണ്ടായി എന്നുള്ളതാണ് അവർ പറയുന്നത്. അതൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. ഈ സാഹചര്യത്തിൽ അവർക്ക് വാടക കുടിശ്ശിക നൽകുക, അതോടൊപ്പം പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് നൽകി അതേ ആനുകൂല്യങ്ങൾ തങ്ങൾക്കും നൽകി മറ്റൊരിടത്തേക്ക് പുനരധിവസിപ്പിക്കുക എന്നിങ്ങനെ ഉൾപ്പെടെ 12 ആവശ്യങ്ങളാണ് ഇവർ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ഈ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് ഈ സമരസമിതിയും ഈ കുടുംബങ്ങളുമുള്ളത്. അടിമാലിയിൽ നിന്നും സുബിൻ തോമസ്, ജനം, ഇടുക്കി.